പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. അമേരിക്കയിൽ ജോലി തേടുന്നവർക്കുള്ള H-1B വിസ അപേക്ഷാ മാറ്റങ്ങൾ വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വരും. രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടിയിട്ടുണ്ട്. US-ൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ പ്രൊഫഷണലുകൾക്ക് വേണ്ടിയുള്ള H-1B വിസ പ്രോഗ്രാമിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. വ്യാഴാഴ്ച മുതൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരു പുതിയ സംവിധാനം അവതരിപ്പിക്കും. H-1B സ്വീകർത്താക്കളുടെ തെരഞ്ഞെടുപ്പ് ലളിതമാക്കി സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനാണ് രജിസ്ട്രേഷൻ സംവിധാനം. ഒരേ ഉദ്യോഗാർത്ഥിക്ക് ഒന്നിലധികം തൊഴിലുടമയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഇനി കഴിയില്ല. ഇനി തൊഴിലുടമകളുടെ എണ്ണം പരിഗണിക്കാതെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തുല്യ അവസരം ഉറപ്പാക്കും. പൂർണ്ണമായ H-1B അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തൊഴിലുടമകൾ ഇനി ഉദ്യോഗാർത്ഥികളെ ഇലക്ട്രോണിക് രീതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പ്രക്രിയ സുഗമമാക്കുന്നതിനും പേപ്പർ വർക്കുകൾ കുറയ്ക്കുന്നതിനുമാണ് ഈ മാറ്റം. രജിസ്ട്രേഷൻ ഫീസ് ഓരോ എൻട്രിക്കും $10 നിന്ന് $215 ഉയരും. ഇത് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്ന കമ്പനികളുടെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ട്രാൻസ്ജെൻഡർമാരെ സൈന്യത്തിലെടുക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവ് US ഫെഡറൽ കോടതി തടഞ്ഞു. ട്രാൻസ്ജെൻഡർമാരെ ഒഴിവാക്കാനുള്ള തീരുമാനം അവരുടെ ഭരണഘടനാ അവകാശങ്ങൾ നിഷേധിക്കലാണെന്ന് US കോടതി പറഞ്ഞു. വൈറ്റ് ഹൌസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് തുല്യരായാണെന്നും കോടതി പരാമർശിച്ചു. ട്രാൻസ്ജെൻഡർമാരെ രാജ്യത്തെ സൈനിക സേവനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് ട്രംപ് ജനുവരി അവസാനം ഉത്തരവിട്ടിരുന്നു. നിലവിലുള്ള ട്രാൻസ്ജെൻഡറുകൾക്ക് സർവീസിൽ തുടരാമെന്നും LGBTQ വിഭാഗത്തിൽപ്പെട്ടവരെ സൈന്യത്തിലേക്ക് പുതിയതായി റിക്രൂട്ട് ചെയ്യുന്നില്ലെന്നുമായിരുന്നു ഉത്തരവ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നു. അടുത്ത വർഷം അവസാനത്തോടെ പുതിയ വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കും. കുവൈറ്റിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രധാന ജോലികൾ പൂർത്തീകരിച്ചു. മൂന്നാമത്തെ റൺവേ, പുതിയ കൺട്രോൾ ടവർ, എയർ കാർഗോ സിറ്റി തുടങ്ങിയ പ്രധാന പദ്ധതികൾ പൂർത്തീകരിച്ചതായി സിവിൽ ഏവിയേഷൻ വകുപ്പ് അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളായ പവർ, ഫയർ സ്റ്റേഷനുകൾ, റഡാർ, എയർ നാവിഗേഷൻ സിമുലേഷൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എന്നിവയാണ് തയ്യാറായിട്ടുള്ളത്. വിമാനത്താവളങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിയും എയർ നാവിഗേഷൻ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു കമ്പനിയെയും ഉൾപ്പെടുത്തി സിവിൽ ഏവിയേഷൻ അതോറിറ്റി രൂപീകരിക്കും. ഈ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ പുതിയ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത വർഷം അവസാനത്തിൽ തുറക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വിജയകരമായ UPI പേയ്മെന്റ് സംവിധാനം ഇനി സിംഗപ്പൂരിലും. ഇതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗവും സിംഗപ്പൂർ ഫിൻടെക്കുമായി സഹകരിക്കും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ലിമിറ്റഡ് സിംഗപ്പൂർ ആസ്ഥാനമായുള്ള പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ ഹിറ്റ്പേയുമായി സഹകരിച്ച് UPI സംവിധാനം സിംഗപ്പൂരിൽ വിപുലീകരിക്കുന്നു. UPI പേ നൗ ലിങ്കേജ് ആരംഭിച്ചതിന് ശേഷം സിംഗപ്പൂരിലെ രണ്ടാമത്തെ പ്രധാന പങ്കാളിത്തമാണിത്. സിംഗപ്പൂരിലെ 12,000-ലധികം വ്യാപാരികൾക്ക് UPI ലഭ്യമാകും. ഈ വ്യാപാരികൾക്ക് ഇന്ത്യയിൽ ഉപയോക്താക്കളുമായി ഓൺലൈനായും ഓഫ്ലൈനായും UPI പേയ്മെന്റ് നടത്താനാകും. വിദേശയാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഇടപാടുകൾ എളുപ്പമാക്കും. ഇന്ത്യയുടെ UPI റുപ്പേ കാർഡ് പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമാക്കുക എന്നതാണ് NIPLന്റെ ചുമതല. നിലവിൽ ഭൂട്ടാൻ, മൗറീഷ്യസ്, നേപ്പാൾ, സിംഗപ്പൂർ, ശ്രീലങ്ക, ഫ്രാൻസ് എന്നിവയുൾപ്പെടെ 7 രാജ്യങ്ങളിൽ UPI പേയ്മെന്റുകൾ സ്വീകരിക്കുന്നു. ഫോൺപേ, പേടിഎം, ഗൂഗിൾ പേ എന്നിവയുൾപ്പെടെ 20-ലധികം ആപ്പുകൾ വഴി അന്താരാഷ്ട്ര ഇടപാടുകൾ നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ചരക്ക് ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ച് 5 വിദേശ ട്രക്കുകൾ പിടിച്ചെടുത്തു. ഓരോ ട്രക്കിനും 10,000 റിയാൽ പിഴ ചുമത്തി. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ട്രക്കുകൾ കണ്ടുകെട്ടിയത്. സാധുവായ ലൈസൻസ് ഇല്ലാതെയാണ് ഈ ട്രക്കുകൾ രാജ്യത്തെ നഗരങ്ങൾക്കുള്ളിൽ ചരക്ക് ഗതാഗതം നടത്തിയതെന്ന് അധികൃതർ കണ്ടെത്തി. ഓരോ ട്രക്കുകൾക്കും 10,000 റിയാൽ വീതം പിഴ ചുമത്തുകയും വാഹനം കണ്ടുകെട്ടുകയും ചെയ്തു. നിയമലംഘനം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ 20,000 റിയാൽ വരെ പിഴയും 30 ദിവസത്തേക്ക് വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്യും. പിന്നീടുള്ള നിയമലംഘനങ്ങളിൽ പിഴ ഇരട്ടിയാക്കും. സൗദിയിലുടനീളം ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ നിന്ന് പ്രതിമാസം 30,000 പ്രവാസികളെ നാടുകടത്തുന്നതായി റിപ്പോർട്ട്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷ കഴിഞ്ഞവരെ ഉൾപ്പെടെയാണ് നാടുകടത്തുന്നത്.
ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ മേൽനോട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ ഭരണസുരക്ഷാ മേഖലയിൽ മാറ്റം കൊണ്ടുവന്നിരുന്നു. പുതിയ നാടുകടത്തൽ കേന്ദ്രമടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. ഇതോടെ മാസം തോറും 30,000 പേരെ തിരിച്ചയക്കാൻ കഴിയുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിയാൽ 3 ദിവസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കും. എന്നാൽ സാധുവായ പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ലഭ്യമാക്കാൻ ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.